ഹലോ, അപ്പോൾ ഇന്നൊരു ക്വിക്ക് ഹെന്ന ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടിപ്പ് നമ്പർ 1 ആണ് ഹെന്ന. ഹെന്ന എന്ന് പറയുമ്പോൾ നല്ല ഹെന്ന തന്നെ നോക്കി മേടിക്കുക. ക്വാളിറ്റിയുള്ള ഹെന്ന പൗഡർ മേടിച്ചാലാണ് നമുക്കതിന് നല്ലപോലെ സ്റ്റെയിന് കിട്ടുള്ളൂ. അതെന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലവരൊക്കെ കണ്ട ഹെന്ന ഒക്കെ പൗഡർ യൂസ് ചെയ്യും, പക്ഷേ നല്ല ഹെന്ന അടുത്ത ടിപ്പാണ് ഷുഗർ ആഡിങ്. ഷുഗർ ആഡ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ ആ ഹെന്ന ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അത് കൂടുതലാവണ്ട. ഞാൻ ഇപ്പോൾ 50 ഗ്രാം ഓഫ് ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 15 ഗ്രാം ഓഫ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ഗ്രാമാണ് എടുത്തത് അതിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ടിപ്പാണ് എസൻഷ്യൽ ഓയിൽ. ഇവിടെ നമുക്ക് യൂക്കാലിപ്സും അതുപോലെ ലാവൻഡറും ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ യൂക്കാലിപ്സ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 50 ഗ്രാം ഓഫ് ഹെന്ന പൗഡറിന് 50 ഗ്രാം ഓഫ് യൂക്കാലിപ്സ് ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ടൊന്നും ചെക്ക് ചെയ്യുക. കാരണം ഇതാണ് നമ്മുടെ സ്റ്റെയിൻ കിട്ടാനുള്ള ഒരു ഓയിൽ എന്ന് പറയുന്നത്. ഒരിക്കലും എന്താ പറയുക, മിസ്സാക്കരുത്. ഇത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ഇവിടെ വാട്ടർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുമ്പോൾ ഓവറായിട്ട് കുറേ വെള്ളം ഒഴിക്കരുത്. നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് അത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇനി വെള്ളം വേണോ എന്ന് നോക്കിയിട്ടാണ് അത് ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് കുറേ വെള്ളം ആദ്യം തന്നെ ഒഴിച്ചിട്ട് ചിലപ്പോൾ ചില മെഹന്തിക്ക് അത് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ മെഹന്തിക്ക് ഓരോ ഒരു വലിച്ചെടുക്കാനുള്ള കഴിവായിരിക്കും. അത് ശ്രദ്ധിക്കുക. എന്നിട്ട് വേണം നമ്മൾ എത്ര വെള്ളമാണോ അത് യൂസ് ചെയ്യേണ്ടതെന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അടുത്തതെന്ന് പറഞ്ഞാൽ ഡയഗ്ലിസിന് വെക്കുകയാണ്. മിക്സ് ചെയ്ത ഹെന്ന മിനിമം ഒരു 6 അല്ലെങ്കിൽ 8 ഹവറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് കളറ് വീക്കാവാനുള്ള സാധ്യത ഉണ്ട്. സോ